ഹായ് എവരി വൺ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് കല്ലുമ്മക്കായുടെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. കല്ലുമ്മക്കായ വെച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. അപ്പം അതിനാദ്യം തന്നെ കല്ലുമ്മക്ക വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. ക്ലീനാക്കിയെടുത്ത കല്ലുമ്മക്കായ ഒരു പാത്രത്തിൽ വെച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിക്കുക. അല്പം ഉപ്പും ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ച് വേവിച്ചെടുക്കാം. ഒരു 10-15 മിനിറ്റോളം വേവിച്ചെടുക്കണം. കല്ലുമ്മക്കായ തണുത്തതിന് ശേഷം ഇതുപോലെ ഓരോന്നും എടുത്ത് അതിനകത്തുള്ള മാംസം എടുത്ത് അത് ക്ലീൻ ചെയ്തെടുക്കാം. അതിനകത്ത് വേസ്റ്റ് ഉണ്ടാവും. ആ വേസ്റ്റൊക്കെ റിമൂവ് ചെയ്ത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി ഓരോന്നും എടുക്കാം. കഴുകി ക്ലീനാക്കി വേസ്റ്റൊക്കെ കളഞ്ഞെടുത്ത കല്ലുമ്മക്കായാണിത്. ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് വെക്കണം. വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. അതിനുശേഷം ഒരു ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച് നമുക്ക് ഈ കല്ലുമ്മക്കായ നന്നായിട്ട് ഫ്രൈ ചെയ്ത് മൊരിയിച്ചെടുക്കാം. റോസ്റ്റിനുള്ള സവാള, ചെറിയുള്ളി, പച്ചമുളക്, കറിവേപ്പില, മല്ലിയില ഇത് നമുക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെക്കാം. കല്ലുമ്മക്ക ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം. അതിനുശേഷം ആ എണ്ണയിൽ തന്നെ റോസ്റ്റ് ചെയ്യാൻ ആവശ്യമുള്ള സവാള, പച്ചമുളക്, കറിവേപ്പില, ചെറിയുള്ളി എന്നിവയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാള വെന്ത് വരുമ്പോൾ അതിലേക്ക് തക്കാളി ചേർത്ത് വഴറ്റാം. തക്കാളി എല്ലാം നല്ല വെന്തുടഞ്ഞ് വരുമ്പോൾ അതിലേക്ക് ആവശ്യമായ എല്ലാ മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ആദ്യം മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിനുശേഷം മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, അല്പം ഉലുവാപ്പൊടി ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ശേഷം മല്ലിയിലയും ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. പിന്നീട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഈ കൂട്ടിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കല്ലുമ്മക്ക ചേർത്ത് ഇളക്കിയെടുക്കാം. അതിനുശേഷം കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് നന്നായിട്ട് റോസ്റ്റ് പോലെ ഒരുപാട് വെള്ളമില്ലാതെ നല്ല റോസ്റ്റാക്കി എടുക്കണം. അധികം വെള്ളമില്ലാതെ നല്ല റോസ്റ്റ് പരുവത്തിലാക്കി വേണം.
നമ്മുടെ കല്ലുമ്മക്ക റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ചോറിനോടൊപ്പം കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.